نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹധന്യരായ വിശ്വാസികളെ, വിശ്വാസിനികളെ, രക്ഷിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ച് തഖ്വയുള്ളവരായി മുവഹ്ഹിദുകളായി ജീവിക്കണേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനും മഹ്ശറിൽ നിർഭയത്വത്തോടുകൂടി നിലകൊള്ളാനും സിറാത്തു പാലത്തിലൂടെ അതിവേഗതയിൽ സ്വർഗത്തിൽ എത്തിപ്പെടാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ മതം പഠിപ്പിക്കണം എന്ന ആവശ്യവുമായി മദീനയിൽ പ്രവാചകന്റെ അടുക്കലേക്ക് കുറച്ചാളുകൾ വരികയുണ്ടായി. ഞങ്ങളെ നാട്ടിലേക്ക് കുറച്ചാളുകൾ അതിനുവേണ്ടി പറഞ്ഞയക്കണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. അള്ളാന്റെ റസൂല് പ്രഗത്ഭരായ 6 സ്വഹാബികളെ അവരോടൊപ്പം വിടുകയുണ്ടായി. പക്ഷേ അതൊരു വഞ്ചനയായിരുന്നു. വഴിയിൽ വെച്ച് തന്നെ അവരുടെ ശത്രുത 3 ആളുകളെ, സ്വഹാബികളെ കൊലപ്പെടുത്തിക്കൊണ്ടവർ നിർവഹിക്കുകയുണ്ടായി. ബാക്കി 3 ആളെയും കൊണ്ട് മക്കയിൽ കൊണ്ടുപോയി ആ 3 ആളുകളെ അവിടെ വിൽക്കുക എന്ന ലക്ഷ്യവുമായി അവിടേക്ക് പോവുകയുണ്ടായി. ആ കൂട്ടത്തിൽ 3 ആളുകളുടെ കൂട്ടത്തിൽ സയ്യിദ് ഇബ്നു ദസ്ന അൽ അൻസാരി റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ മാർക്കറ്റിൽ, ചന്തയിൽ വിൽക്കാൻ വെച്ചപ്പോൾ അദ്ദേഹത്തെ വാങ്ങിയത് മക്കയിൽ നിന്നും സഫ്വാൻ ഇബ്നു ഉമയ്യയായിരുന്നു. കാരണം ബദറിൽ സഫ്വാൻ ഇബ്നു ഉമയ്യയുടെ ഉപ്പ ഉമയ്യത്ത് ഇബ്നു ഖലഫിനെ കൊലപ്പെടുത്തിയത്, ബദറിൽ യുദ്ധത്തിൽ കൊലപ്പെടുത്തിയത് സയ്യിദ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അതുകൊണ്ട് തന്നെ സയ്യിദിനോട് പകരം വീട്ടണം എന്ന ലക്ഷ്യത്തോടു കൂടിയായിരുന്നു അദ്ദേഹത്തെ വിലക്കു വാങ്ങിയത്. അങ്ങനെ തൻഈം കുന്നിലേക്ക് അദ്ദേഹത്തെ കൊല ചെയ്യാൻ വേണ്ടി ഖുറൈശികളുടെ കൂട്ടത്തിലെ ഒരു കൂട്ടം ആളുകളെയും കൊണ്ട് കയറിപ്പോകുന്നുണ്ട്. ആ ഖുറൈശികളുടെ കൂട്ടത്തില് അന്ന് അബൂ സുഫിയാൻ ഉണ്ടായിരുന്നു. പിന്നീട് ഇസ്ലാം സ്വീകരിച്ച അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു അന്ന് ശത്രുപക്ഷത്തായിരുന്നു. അഥവാ വല്ലാത്ത പകപോക്കലിന്റെ ഒരു കാലഘട്ടമായിരുന്നു അത്. ഈ സമയത്ത് അവിടെ എത്തി കൊല ചെയ്യപ്പെടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹുവോട് അബൂ സുഫിയാൻ ചോദിക്കുന്നുണ്ട്, അല്ല സയ്യിദ്, നിങ്ങളുടെ സ്ഥാനത്ത് മുഹമ്മദും താങ്കൾ കുടുംബത്തിലും, അതൊന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങൾ ഇവിടെ എത്തിച്ചു തന്നാൽ മതി, നിങ്ങൾക്ക് പോവാം. ആ സമയത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹു കൊടുത്തൊരു മറുപടി ചരിത്രത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും കേൾക്കുന്ന ഒരു രംഗമാണ്.
ഞാൻ എൻ്റെ വീട്ടിലിരിക്കെ എൻ്റെ പ്രവാചകനെ ഞാൻ ഇവിടെ എത്തിക്കുകയോ, എൻ്റെ പ്രവാചകന്റെ കാലിൽ ഒരു മുള്ള് തറക്കുന്നത് പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നായിരുന്നു സയ്യിദ് റളിയല്ലാഹുവിന്റെ വാചകം. ഈ സമയത്ത് അബൂ സുഫിയാൻ പറയുന്നൊരു വാക്കുണ്ട്, മാ റഅയ്തു മിനൻ നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. മുഹമ്മദിനോളം തന്റെ അനുയായികൾ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് അബൂ സുഫിയാൻ അവിടെ വെച്ച് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ സയ്യിദ് റളിയല്ലാഹുവിനെ കൊല ചെയ്തു എന്ന് ചരിത്രം നമ്മുടെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ തന്റെ ജീവിതം അവസാനിക്കുകയാണ് എന്ന് തിരിച്ചറിയുമ്പോഴും പ്രവാചകനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിതത്തിൽ നിന്ന് ഷഹീദാകുന്ന ഒരുപാട് സ്വഹാബികളുടെ കൂട്ടത്തിലെ പ്രഗത്ഭനായ ഒരു സ്വഹാബിയായിരുന്നു സയ്യിദ് റളിയല്ലാഹു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂട്ടരെ, ആ പ്രവാചകനെ സ്നേഹിക്കാനും പ്രവാചകനെ കാണാനും പ്രവാചകനെ മുത്താനും പ്രവാചകനെ തൊടാനും കണ്ണുകൊണ്ട് കണ്ട് മതിവരുവോളം കണ്ടു നിൽക്കാനും ഭാഗ്യം ലഭിച്ച ആളുകളായിരുന്നു. അതിനുവേണ്ടി അള്ളാഹ് തിരഞ്ഞെടുത്തവരായിരുന്നു സ്വഹാബികൾ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നാൽ ആ പ്രവാചകനെ സ്നേഹിക്കണം എന്നറിയുന്ന നമുക്കും എങ്ങനെയാണ് പ്രവാചകനെ കാണാതെ ഇവിടെ ഇരുന്നു കൊണ്ട് പ്രവാചകന്റെ കാലക്കാരല്ലാത്ത നമ്മള് ഇഷ്ടപ്പെടുന്നത്? അത് ഇത്തിബായിലൂടെയാണ് എന്ന് നമുക്കറിയാം. ഇത്തിബാ എന്ന അറബി പദത്തിന്റെ ഭാഷാപരമായ അർത്ഥം ഒരു വസ്തുവിന്റെ പിന്നാലെ ചലിക്കുക അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ പിന്നാലെ പിന്തുടരുക എന്നുള്ളതാണ്. ഒരു വസ്തു ഇങ്ങനെ മുന്നിൽ പോകുമ്പോൾ അതിന്റെ പിന്നെ പോകുന്നതിനാണ് ഇത്തിബാഇ എന്ന് ഭാഷാപരമായി പറയാറുള്ളത്. എന്നാൽ മതത്തിൽ സാങ്കേതികമായി ഇത്തിബാഉ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കാറ് ഇത്തിബാഉ റസൂൽ, അള്ളാന്റെ പ്രവാചകനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരുന്നതിനെയാണ്, പിൻപറ്റുന്നതിനെയാണ് ഇത്തിബാഇ എന്ന് നമ്മൾ പറയാറുള്ളത്. എങ്കിൽ എന്തുകൊണ്ടാണ് അള്ളാന്റെ റസൂലിനെ ഇത്തിബാഇ ചെയ്യുന്നത്? ഒന്നുമില്ല കൂട്ടരെ, വഹി ലഭിക്കുന്ന ആളാണ് പ്രവാചകൻ, തെറ്റുപറ്റാത്ത ആളാണ്, ഒരു നിലക്കും സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കാത്ത ആളാണ്. അള്ളാഹു തിരഞ്ഞെടുത്ത് ഘട്ടം ഘട്ടമായി കാലങ്ങളായി വളർത്തിക്കൊണ്ടുവന്ന പ്രവാചകൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഇ ചെയ്യൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നാണ്. കാരണം ആരെങ്കിലും അള്ളാനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുവെങ്കിൽ പ്രവാചകനെ പിൻപറ്റിക്കൊള്ളട്ടെ അവർ എന്ന് വിശുദ്ധ വചനം നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ ഇബാദാത്തുകൾ സ്വീകരിക്കാൻ, നമുക്ക് സ്വർഗം ലഭ്യമാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുൻപിൽ വെച്ച വല്ലാത്തൊരു യാഥാർത്ഥ്യമാണ് ഇത്തിബാഉ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളത്. എങ്കിൽ പ്രവാചകന്റെ പിന്നാലെ നമുക്ക് ചലിക്കാൻ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല. അന്ന് അള്ളാഹ് നമ്മെ തെരഞ്ഞെടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാവണം അത് ഗൗരവത്തോടു കൂടി അള്ളാന്റെ റസൂൽ പഠിപ്പിക്കുകയുണ്ടായി. സ്വഹാബത്ത് പറയാണ്, റസൂലുള്ള ഞങ്ങളെങ്ങനെ ഉപദേശിച്ചു, ഞങ്ങൾക്കെന്നെ വല്ലാത്ത പേടിയായി, ഞങ്ങളുടെ കണ്ണിന്ന് കണ്ണുനീർ വരാൻ തുടങ്ങി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങൾ ഹൃദയങ്ങളൊക്കെ പടക്കാൻ തുടങ്ങി. പ്രവാചകൻ അതിഗൗരവത്തോടെ ഞങ്ങളോട് ഉപദേശിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞങ്ങൾ ചോദിച്ചു, അള്ളാന്റെ റസൂലേ, യാ റസൂലല്ലാഹ്, ഇന്ന ഹാദിഹി കമൗഇലത്തുൻ മുവദ്ദിഇൻ ഫമാദാ തഅഹദു ഇലൈനാ. റസൂലേ, നിങ്ങളുടെ ഈ വർത്താനം കേൾക്കുമ്പോ എന്തോ ഒരു യാത്ര പോകുന്ന ഒരു വിടവാങ്ങലിന്റെ വർത്തമാനം പോലെ ഞങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലോ. അവസാനമായി ഞങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക് ഞങ്ങളോട് എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള കൊടുത്തൊരു മറുപടിയുണ്ട്, ഖദ് തറക്തുകും അലൽ ബൈളാഇ ലൈലുഹാ കനഹാരിഹാ. ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ വിട്ടേച്ചു പോകുന്നതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? രാത്രിയുടെ ഇരുട്ടിൽ പോലും പകൽ വെളിച്ചം പോലെ നിങ്ങൾക്കതിനെ സുവ്യക്തമായി കാണാൻ സാധിക്കും. അങ്ങനെ സുവ്യക്തമായ തെളിഞ്ഞ പകല് പോലെ രാത്രി പോലും ആകുന്ന ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളത് അണപ്പല്ലുകൾ കൊണ്ട് കടിച്ചു പിടിക്കണം. അതെന്റെ മാർഗമാണ്, എന്റെ ഖുലഫാഉർ റാഷിദുകളുടെ മാർഗമാണ്. അത് നിങ്ങൾ പിൻപറ്റിയേക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആ അള്ളാന്റെ റസൂലിന്റെ ചര്യയെ പിൻപറ്റലാണ്, അതിനെ അനുധാവനം ചെയ്യലാണ് ഇത്തിബാ എന്ന് വിശുദ്ധ ഇസ്ലാം നമ്മളോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. എങ്കിൽ എന്തിനെയൊക്കെയാണ് ഇത്തിബാ ചെയ്യേണ്ടത്? ഇവിടെയാണ് നമുക്ക് ചില തിരിച്ചറിവുകൾ ഉണ്ടാവേണ്ടത്. ഒന്നാമത്തേത്, നമ്മൾ ഇത്തിബാ ചെയ്യേണ്ടത്
അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മുഴുവനും വമാ ആതാകുമുർ റസൂൽ ഫഖുദൂ, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ കൊണ്ടെന്നോ ഫഖുദൂ, അതൊക്കെ നിങ്ങൾ എടുത്തേക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു, അല്ലാഹുവിന്റെ റസൂൽ എന്തൊക്കെ നിങ്ങൾക്ക് വിരോധിച്ചുവോ, വേണ്ടെന്ന് പറഞ്ഞുവോ, നോ എന്ന് പറഞ്ഞുവോ, അതിനോടൊക്കെ വേണ്ടാന്ന് വെക്കാനും നോ പറയാനും വേറിട്ട് നിൽക്കാനും നിങ്ങൾക്ക് കഴിയേണ്ടതുണ്ട്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹുവിന്റെ ശിക്ഷ അതികഠിനമാണെന്ന് നിങ്ങൾ അറിയണം. ആണ് കൂട്ടരെ, എന്തിലൊക്കെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ടുവന്നത് സ്വീകരിക്കേണ്ടത്, എന്തിലൊക്കെയാണ് ഒഴിവാക്കേണ്ടത്? ആദ്യം ഇത്തിബാഉൻ ഫിൽ ഇഅ്തിഖാദ് എന്നാണ് പണ്ഡിതന്മാർ പറയുക. അഥവാ വിശ്വാസപരമായ കാര്യങ്ങളിൽ അള്ളാന്റെ റസൂലിനോട് ഇത്തിബാ ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർ മുഖേന ദുനിയാവിലേക്ക് കൊടുത്തുവിട്ട വിശ്വാസ കാര്യങ്ങളുണ്ട്. ആ വിശ്വാസ കാര്യങ്ങളിൽ അള്ളാന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യേണ്ടതുണ്ട്. അള്ളാഹിനെ മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ ആരാധനകൾ പാടുള്ളൂ, അള്ളാഹുവിലേക്ക് മാത്രമേ നേർച്ചകളും വഴിപാടുകളും പാടുള്ളൂ. ആ വിശ്വാസ രംഗത്ത് നിങ്ങൾ അള്ളാഹിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യണം എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ ആ വിശ്വാസ രംഗത്ത് ഇത്തിബാ ചെയ്യാത്തവരാരാ? അവരെ നമുക്ക് വേഗം ഇന്നത്തെ കാലത്ത് തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾ നോക്കൂ, അതെ, മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ അള്ളാഹുവാണ് യഥാർത്ഥത്തിൽ എന്ന് നമ്മൾ പഠിക്കുകയും വിശ്വസിക്കുകയും അത് പ്രവാചകൻ കൊണ്ടുവരികയും അതിനെ ഇത്തിബാ ചെയ്യുന്നവരുമാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ പ്രവാചകന്റെ ആ വിഷയത്തിലെ ഇത്തിബാഇനെ തെറ്റിക്കുന്നവരാരാ? മുദബ്ബിറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവല്ലാത്തവരുമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ അള്ളാന്റെ റസൂലിന്റെ വിശ്വാസത്തിൽ ഇത്തിബാഇൽ നിന്ന് വേറിട്ടിട്ടുണ്ട്. CM മടവൂരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ഇപ്പോൾ പഴങ്കഥയായിരിക്കുന്നു. ഇപ്പത്തെ പുതിയ കഥ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അതെ CM തന്നെയാണ് പടച്ചോൻ എന്നാണ് പുതിയത്. നോക്കി നിങ്ങൾ, ഓരോ കാലവും മാസങ്ങൾ പിന്നിട്ടിട്ടേയുള്ളൂ ആ വാദവുമായി വന്നിട്ട്. എന്നാൽ ആ വാദം ഇങ്ങനെ പുതിയൊരു അപ്ഡേഷൻ എന്താന്ന് വെച്ചാൽ, ഇപ്പൊ പടച്ചോൻ എന്ന് പറഞ്ഞാൽ അത് CM മടവൂർ തന്നെയാണ് എന്ന് പാട്ടിറങ്ങിയപ്പോൾ മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന മുസ്ലിം പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ ഭൂരിഭാഗം ആളുകളും ഒന്നും മിണ്ടിയിട്ടില്ല. എന്നാൽ ചില ആളുകൾ വന്നു പറഞ്ഞു, അത് ഞങ്ങളെ കൂട്ടത്തിലെ ആളല്ല, ആ പാട്ടിറക്കിയതും പാട്ട് പാടിയതും ഞങ്ങൾക്ക് അതുമായി ബന്ധമില്ല എന്നാണ്. പക്ഷേ നമ്മൾ അറിയേണ്ടത്, എങ്ങനെയാ കൂട്ടരെ അവർക്ക് ബന്ധമില്ലാതിരിക്കുക? അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ ഒരുപോലെ കാഫിറുകളെന്ന് വിളിച്ച ചില ആളുകളുണ്ട്. ആ ആളുകളെ ഇവർ സ്വന്തം ആചാര്യന്മാരായി കൊണ്ട് നടക്കുന്നുണ്ട്. ഇബ്നു അറബിയെ പോലെയുള്ള ആളുകളെ ആചാര്യന്മാരായി അവരുടെ തത്വങ്ങൾ കൊണ്ടുവന്ന് അവരുടെ കിതാബുകളിൽ പകർത്തി അത് സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നവരിൽ ആരാണ് ഇത്തരം ആളുകളെന്ന് ചോദിച്ചാൽ, അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ അവർ നിഷേധികളാണെന്ന് പറഞ്ഞവർ. എന്താ അവരുടെ പ്രത്യേകത? അദ്വൈതവാദവുമായി കടന്നു വന്നവരാണ്. പടച്ചോനും പടപ്പും രണ്ടില്ല എന്ന് പറഞ്ഞ് എല്ലാം ഒന്നെന്നെ ഉള്ളൂ, പടച്ചോനും പടപ്പുകളും എന്ന വേറെയില്ല, എല്ലാതും അള്ളയാണ്. കഴുത അള്ളാഹുവാണ്, കഴുത കാഷ്ടിക്കുന്ന കാഷ്ടം അള്ളാഹുവാണ്. അള്ളാഹിനോട് ചോദിച്ച മൂസാ നബി അള്ളയാണ്, അതിന് മറുപടി കൊടുത്ത അള്ളയാണ് എന്ന് പറഞ്ഞാൽ അദ്വൈതവാദം, അള്ളാഹു ഒന്ന് പടപ്പൊന്ന് എന്നൊന്നില്ലാതെ എല്ലാം ഒന്നാണ് എന്ന വിശ്വാസവുമായി കൊണ്ടുപോകുന്ന ആളുകളുണ്ടല്ലോ. എന്തുകൊണ്ടാ അത്? അള്ളാന്റെ റസൂലിനെ വിശ്വാസത്തിന്റെ വിഷയത്തിൽ ഇത്തിബാ ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അവിടെയാണ് ആ ഇത്തിബാഇന്റെ വിശേഷണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ, എല്ലാറ്റിനും കഴിവുള്ളവൻ, അവൻ മാത്രമേ ഉള്ളൂ അല്ലാഹുവായി എന്ന് പ്രഖ്യാപിക്കുന്ന ആ വിശ്വാസത്തിന്റെ വിഷയത്തിൽ റസൂലുള്ളാഹിനെ ഇത്തിബാ ചെയ്യാൻ കഴിയണം. അല്ലാഹു സമദ്, അല്ലാഹു മാത്രമാണ് നിരാശ്രയൻ. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവൻ ജനിച്ചിട്ടില്ല, ജനിപ്പിച്ചിട്ടില്ല, അവനെ പോലെ ആരുമില്ല എന്ന് പറഞ്ഞാൽ പടച്ചോൻ അല്ലാഹു മാത്രമാണ് എന്ന വിശ്വാസമാണ്. വിശ്വാസ രംഗത്തെ ഇത്തിബാ എന്ന് വിശ്വസിക്കാനും ആ ഇത്തിബാ തുടരാനും നമുക്ക് കഴിയണം. അതാണ് വിശ്വാസത്തിലുള്ള ഇത്തിബാ. രണ്ടാമത്തേത് പണ്ഡിതന്മാർ പറഞ്ഞു, ഇത്തിബാഉൻ ഫിൽ അഖ്വാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലുള്ള പിൻപറ്റലാണ്. അതെങ്ങനെയാണ്? അബൂ മസ്ഊദുൽ അൻസാരി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാനൊരു ദിവസം എന്റെ അടിമകളുടെ കൂട്ടത്തിലെ ഒരു ചെറിയ അടിമയെ ഞാൻ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ പിന്നൊരു ശബ്ദം കേട്ടു. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ
നോക്കിയപ്പോൾ അള്ളാന്റെ റസൂലാണ്. അള്ളാന്റെ റസൂൽ പറയണേ, ഇഅലം അബാ മസ്ഊദ്, ഇഅലം അബാ മസ്ഊദ്, ഇഅലം അബാ മസ്ഊദ്. 3 തവണ മസ്ഊദേ നീ അറിയണം, ഇബ്നു മസ്ഊദ്, അബൂ മസ്ഊദ് താങ്കൾ അറിയണം, വല്ലാഹി അല്ലാഹു അഖ്ദറു അലൈക മിൻക അലാ ഹാദൽ ഹാൽ. നീ നിന്റെ അടിമൻ അടിക്കുന്നുണ്ടല്ലോ, അതിനേക്കാൾ നിന്റെ മേൽ പവർ ഉള്ള ഒരു റബ്ബുണ്ടെന്ന് നീ തിരിച്ചറിയണം. അതുകൊണ്ട് അടിമയെപ്പോലും അടിക്കാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ റസൂൽ അവിടെ പറഞ്ഞപ്പോ അദ്ദേഹം പറയാണ്, ഫഹലഫ്തു അല്ലാ അദ്രിബ മംലൂകൻ ലി അബദാ. പിന്നീട് ഒരിക്കലും ഞാൻ എന്റെ കീഴിലുള്ളവരെ അടിക്കില്ല എന്ന് ഞാൻ ശപഥം ചെയ്തു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാക്കിനെ ഞാൻ അങ്ങനെ അനുസരിച്ചു എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വാചകങ്ങളിലെ ഇത്തിബാഇന്റെ ഉദാഹരണമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. റസൂൽ പറഞ്ഞു, ലാ യജൂസു ലിമുഅ്മിനിൻ അൻ യഹ്ജുറ അഹാഹു ഫൗഖ 3 ലയാലിൻ. ഒരു സത്യവിശ്വാസിക്ക്, ഒരു മുസ്ലിമിന് മറ്റൊരു മുസ്ലിമുമായി 3 ദിവസത്തിലധികം പിണങ്ങി നിൽക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ സംസാരം അതിൽ ഇത്തിബാ എന്താണെന്നറിയോ? ഒരു മുസ്ലിമിനോടും പിണങ്ങാതിരിക്കുക എന്നുള്ളതാ. ആരെങ്കിലും പിണങ്ങി ജീവിക്കുന്നുണ്ടെങ്കിൽ അള്ളാന്റെ റസൂലിന്റെ വാചകത്തെ അവൻ ഇത്തിബാ ചെയ്യുന്നില്ല. ഞാൻ അള്ളാന്റെ റസൂലിന്റെ ആളാണ്, ഞാൻ അള്ളാന്റെ റസൂലിനെ പിന്തുടരുന്നുണ്ട്, ഞാനൊരു മുസ്ലിമാണ് എന്നൊക്കെ ഓനിക്ക് പറയാ. പക്ഷേ പണ്ഡിതന്മാർ പറയുകയാണ്, വാക്കുകളിൽ ഇത്തിബാ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂൽ പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്നവനാണ് എന്നാണ്. ഇനി പ്രവർത്തികളിൽ ഇത്തിബാ ഉണ്ട്, അതെന്താ? അത് നമുക്ക് വേഗം മനസ്സിലാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലേ, കഅബയിൽ നിന്നും ഹജറുൽ അസ്വദിനെ മുത്തിക്കൊണ്ട് പറഞ്ഞൊരു വർത്തമാനം അതിനുള്ള ഉദാഹരണമാണ്. ഇന്നി അഅലം അന്നക ഹജറുൻ. എനിക്കറിയാം നിന്നെ കൊണ്ടൊരു ഉപകാരവുമില്ല, നിന്നെ കൊണ്ടൊരു ഉപദ്രവവുമില്ല, നീ ഒരു കല്ല് മാത്രമാണെന്ന്. പക്ഷെ ഞാൻ നിന്നെ മുത്തിയത് എന്റെ റസൂല് നിന്നെ മുത്തുന്നത് ഞാൻ കണ്ടത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂല് മുത്തുക എന്ന പ്രവൃത്തി ചെയ്തത് കൊണ്ടാണ് ഞാൻ അതിനെ ഇത്തിബാ ചെയ്യുന്നത് എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. നമസ്കാരം അള്ളാന്റെ റസൂല് പഠിപ്പിച്ച് കാണിച്ചു തന്നതാണ്, പ്രവർത്തിച്ച് കാണിച്ചു തന്നതാണ്, അതിനെ പിൻപറ്റലാണ്. വുളു എടുക്കൽ അള്ളാന്റെ റസൂല് കാണിച്ചു തന്ന പ്രവൃത്തിയാണ്. തല എവിടെയാണ് തടവേണ്ടത്, ചെവി എപ്പോഴാണ് തടവേണ്ടത്, എത്ര തവണ തടവണം എന്ന് അള്ളാന്റെ റസൂല് പ്രവർത്തിച്ച് കാണിച്ചു തന്നതാ. അതുകൊണ്ട് ആ പ്രവൃത്തിയെ, ആ ഫിഅലിനെ നിങ്ങൾ ഇത്തിബാ ചെയ്യണം. അതാണ് പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ. വിവാഹം ചെയ്തുകൊണ്ട് അള്ളാന്റെ റസൂൽ ജീവിച്ച് കാണിച്ചു തന്നു, മക്കളെ വളർത്തിക്കൊണ്ട് കാണിച്ചു തന്നു, ഭാര്യമാരോട് പെരുമാറേണ്ട രൂപവും സ്വഭാവവും കാണിച്ചു തന്നു. അത് പ്രവാചകന്റെ പ്രവൃത്തിയാണ്. അത് പിൻപറ്റൽ ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ് എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്തിബാ പ്രവർത്തികളിലുമുണ്ട്, പിന്നെയോ വിരോധങ്ങളിലും ഇത്തിബാ ഉണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, യാ ഗുലാം സമ്മില്ല ബിസ്മില്ല ചൊല്ല്, വകുൽ ബിയമീനിക്, വലതുകൊണ്ട് ഭക്ഷിക്ക്. അപ്പോ ഇടതുകൊണ്ട് ഭക്ഷിക്കല് റസൂലുള്ളാഹിന്റെ വിരോധങ്ങളിലുള്ളതാ. സമീപത്തിരുന്ന് ഇടത് കണ്ട് കുടിക്കുകയും ഭക്ഷിക്കുകയും ചെയ്യുന്ന മനുഷ്യനോട് അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. കാരണം അള്ളാഹിന്റെ റസൂലിന്റെ വിരോധമാണത്. ആ വിരോധത്തിൽ അത് ചെയ്യാതിരിക്കലാണ് ഇത്തിബാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഞെരിയാണിക്ക് താഴെ ഒരു പുരുഷന്റെ വസ്ത്രം പോകാൻ പാടില്ല, അതൊരു നിരോധമാണ്, നിരോധനമാണ്, നിരോധാജ്ഞയാണ് പ്രവാചകന്റെ. അതിൽ ഇത്തിബാ ചെയ്യൽ എങ്ങനെയാണ്? പുരുഷന്മാർ ഞെരിയാണിക്ക് മുകളിൽ വസ്ത്രം ധരിച്ചുകൊണ്ടാണ്. അവിടെയും ഇത്തിബാ നമുക്ക് വേണം. ജുമുഅക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ മിമ്പറിന്റെ താഴെ ഇരുന്ന് നിങ്ങൾ കമ എന്ന് മിണ്ടരുത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ. നീ മിണ്ടരുത് എന്ന് സംസാരിക്കുന്നവനോട് പോലും പറയാൻ പാടില്ല എന്നാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നിരോധനമാണ്. അവിടെ എങ്ങനെയാ ഇത്തിബാ ചെയ്യുക? മിണ്ടാതിരുന്നു കൊണ്ട്, ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട്, വേറുള്ള ഒരു വർത്താനം പറയുമ്പോഴും അവിടേക്ക് മൈൻഡ് ചെയ്യാതെ മിണ്ടാണ്ടിരിക്കടാ എന്ന് പറയാൻ പോലും പാടില്ല എന്നാ പഠിപ്പിക്കപ്പെട്ടതെങ്കിൽ അത് നിരോധനമാണ്. അതിലെ ഇത്തിബാ എങ്ങനെയാണ്? മിണ്ടാതിരുന്ന് ഖുതുബ കേൾക്കലാണ് അതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വ്യഭിചരിക്കാൻ പാടില്ല, പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല, കച്ചവടത്തിലെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കാൻ പാടില്ല, കളവ് പറയാൻ പാടില്ല. ഇതൊക്കെ നിരോധനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതിലെ ഇത്തിബാ അത് മാറ്റിവെച്ചുകൊണ്ട് തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇങ്ങനെ ജീവിതത്തിലുടനീളം ഇത്തിബാ ഉണ്ട് എങ്കിൽ, അതെ
365 ദിവസവും നമ്മൾ അള്ളാന്റെ റസൂലിനെ ഇത്തിബാഅ് ചെയ്തുകൊണ്ടിരിക്കണം. വിശ്വാസത്തില്, വാക്കില്, പ്രവൃത്തിയില്, നിരോധനങ്ങളില് നമ്മൾ ഇത്തിബാഅ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ്. 3 കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാന്റെ റസൂലിന്റെ ചര്യയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഒന്ന് അൽ അഫ്ആലുൽ ജിബില്ലിയ എന്നാണ് പണ്ഡിതന്മാർ അതിന് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് അള്ളാന്റെ റസൂലിന് ചില കാര്യങ്ങളുണ്ട്. അഥവാ അദ്ദേഹം കുടിക്കുന്നു, അദ്ദേഹം കഴിക്കുന്നു, അദ്ദേഹം നിൽക്കുന്നു, അദ്ദേഹം ഇരിക്കുന്നു, അദ്ദേഹം നടക്കുന്നു, അദ്ദേഹം കിടക്കുന്നു. ഒരു വ്യക്തി എന്നുള്ള നിലക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തന്റെ ജീവിതത്തിൽ ചെയ്യുന്ന ചില കർമ്മങ്ങളുണ്ട്. അതിൽ മതമുള്ളതുണ്ട്, മതമില്ലാത്തതുമുണ്ട്. നോക്കൂ നിങ്ങള്, അള്ളാന്റെ റസൂല് നോമ്പ് തുറന്നത് ഈത്തപ്പഴം കൊണ്ടാണ്. അത് ഇസ്ലാം നമുക്ക് മതമാക്കി തന്നു, അത് നമ്മൾ പിൻപറ്റേണ്ടതാണ്. അള്ളാന്റെ റസൂല് വെള്ളം കുടിക്കുമ്പോൾ പ്രവാചകൻ വെള്ളം കുടിച്ചതാ, പക്ഷെ അത് വലത് കൈകൊണ്ടാ വെള്ളം കുടിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ വ്യക്തി ജീവിതത്തിലെ കാര്യമാണെങ്കിലും നമുക്കത് മതമായിട്ട് കടന്നു വരുന്നുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടന്ന സ്വഹാബികൾ ഉണ്ടായിരുന്നു. അത് മതമായിട്ടില്ലെങ്കിലും സ്വഹാബിമാർ അങ്ങനെ ചെയ്തിരുന്നു. പ്രവാചകൻ യാത്രയിൽ പോയ വഴികളിലൂടെ സഞ്ചരിച്ച ചില സ്വഹാബികൾ ഉണ്ടായിരുന്നു. അത് മതമായി പഠിപ്പിച്ചിട്ടില്ലെങ്കിലും പ്രവാചകനോടുള്ള കൂടുതൽ സ്നേഹം കൊണ്ട് അവർ അത് ചെയ്തിരുന്നു. പ്രവാചകൻ മൂത്രമൊഴിച്ച സ്ഥലത്ത് യാത്രയിൽ മൂത്രമൊഴിച്ച സ്വഹാബികൾ ഉണ്ടായിരുന്നു. അത് മതമായിട്ട് പഠിപ്പിച്ച് തന്നിട്ടില്ലെങ്കിലും പ്രവാചകനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്ത സ്വഹാബികൾ ഉണ്ടായിരുന്നു. ഒരു വേള ഒരു സ്വഹാബി ഇങ്ങനെ നടന്നു പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന തോൽപാത്രത്തിലെ വെള്ളം ഒരു ഭാഗത്ത് ഒഴിച്ചു. എന്താന്ന് ചോദിച്ചപ്പോ അന്ന് റസൂലുള്ള അതിലൂടെ പോയപ്പോൾ അത് ഒഴിച്ചതാണ്. അത് മതമല്ല എങ്കിലും അവർ ഇഷ്ടം കൊണ്ട് അത് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ അഫ്ആലുൽ ജിബില്ലിയ എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ ജീവിതത്തിലെ പലപ്പോഴും തൊപ്പി നമുക്ക് മതമാണോ അല്ലയോ എന്ന് ഇസ്ലാമിക ലോകത്ത് ചർച്ച ചെയ്യുമ്പോൾ ഈ ഒരു വിഷയത്തിലേക്കാണ് അത് കൊണ്ടുവരാറുള്ളത്. അത് പ്രവാചകന്റെ ജീവിതത്തിൽ ഒരു വസ്ത്രധാരണ രീതിയായിരുന്നു. ഒരാൾ ഇനി അത് സ്വീകരിക്കുന്നുവെങ്കിൽ അയാൾക്ക് അതിനുള്ള കൂലി അള്ളാഹ് കൊടുത്തേക്കാം. എന്നാൽ ഒരാൾ അത് സ്വീകരിക്കുന്നില്ലെങ്കിലോ അത് മതമായി പരിഗണിക്കേണ്ടതില്ല. കാരണം അത് അള്ളാന്റെ റസൂലിന്റെ ഒരു ജീവിത ശൈലിയിൽ പെട്ടതായിരുന്നു എന്ന് ഈ അഫ്ആലുൽ ജിബില്ലിയയിലേക്കാണ് പണ്ഡിതന്മാർ കൊണ്ടുവരാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ ഒന്നുകൂടി ഉണ്ടെന്ന് നമ്മൾ അറിയുക. രണ്ടാമത്തേത് അൽ അഫ്ആലുൽ ഖാസ്സ എന്നാണ്. പ്രവാചകന് മാത്രമുള്ള ചില കർമ്മങ്ങളുണ്ട്. 4ലധികം വിവാഹം അള്ളാന്റെ റസൂല് കഴിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞമ്മക്കും പറ്റുമെന്ന് പറയാൻ പറ്റില്ല. കാരണം അത് റസൂലുള്ളാഹിക്ക് ഖാസ്സാക്കിയതാണ്, മാത്രമാക്കിയ ഒരു കാര്യമാണ്. രാത്രി നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം അള്ളാന്റെ റസൂലിന്റെ ഫർളാണ്. നമുക്ക് ഫർളില്ല, നിർബന്ധമില്ല. പക്ഷേ അള്ളാന്റെ റസൂലിന് അത് ഫർള, അത് റസൂല് നിർവഹിച്ചേ പറ്റുള്ളൂ. മാത്രമല്ല സക്കാത്തിന്റെ മുതല് നമുക്ക് സക്കാത്തിന്റെ അവകാശിയായി മാറിയാൽ നമുക്ക് അതിൽ നിന്ന് ഭക്ഷിക്കാം, സ്വീകരിക്കാം. പക്ഷേ സക്കാത്ത് അങ്ങേയറ്റം ദാരിദ്ര്യാവസ്ഥയിൽ പോലും അള്ളാന്റെ റസൂലിനും കുടുംബത്തിനും സക്കാത്തിന്റെ മുതല് ഹലാലല്ല. അതൊക്കെ റസൂലുള്ളാഹിക്ക് ചില പ്രത്യേകതകളാണ്. എന്നതുപോലെ റസൂലുള്ളാഹിന്റെ പ്രത്യേകതകളായി പറഞ്ഞത് റസൂലുള്ളാഹിക്ക് മാത്രം പ്രത്യേകമാക്കി കൊടുക്കണം. മറ്റൊന്ന് അൽ അഫ്ആലുൽ ബയാനിയ, അതിവിശാലമായി വിശദീകരിച്ച് തന്ന നിസ്കാരവും നോമ്പും ഹജ്ജും ബാക്കിയുള്ള കർമ്മങ്ങളും അതൊക്കെ നമ്മൾ അനുസരിക്കേണ്ടതാണ്. ഇങ്ങനെ അള്ളാന്റെ റസൂലിന്റെ സുന്നത്തുകളെ, അള്ളാന്റെ റസൂലിന്റെ ചര്യകളെ വ്യത്യസ്തമായി മനസ്സിലാക്കി ഉൾക്കൊള്ളേണ്ടത് ഉൾക്കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഒന്നിന്റെ പിന്നാലെങ്ങനെ നടക്കലും ഒന്നിന്റെ പിന്നാലെങ്ങനെ ചലിക്കലുമാണ് ഇത്തിബാ എങ്കിൽ ഓരോ സെക്കൻഡിലും ഒരു കണ്ണടച്ചു തുറക്കുന്ന സമയം പോലും അള്ളാന്റെ റസൂലിനെ സദാ നമ്മൾ ഇത്തിബാ ചെയ്തുകൊണ്ടിരിക്കണം. അത് വിശ്വാസത്തിലുണ്ട്, കർമ്മത്തിലുണ്ട്, സംസാരങ്ങളിലുണ്ട്, വിരോധങ്ങളിലുണ്ട് എന്നാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഒരു കൊല്ലത്തിലെ മുഴുവൻ ദിവസങ്ങളിലും അള്ളാന്റെ റസൂലിനെ ഇത്തിബാ ചെയ്ത് അള്ളാന്റെ റസൂലിനെ സ്നേഹിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുവഹിദുകളിലും ഉൾപ്പെടാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് നമുക്ക് എല്ലാവർക്കും ഇൽമും വിവേകവും തൗഫീഖും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വലാഖിബത്തു ലിൽമുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസ്സല്ലി വനുസല്ലിമു അലാ ഖാതമൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിശ്വാസികളെ, അള്ളാഹനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ട് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ബിദ്അത്ത് എന്ന പദം കേൾക്കാത്തവർ നമ്മുടെ കൂട്ടത്തിൽ ആരുമില്ല. ഭാഷാപരമായി എന്താണ് ബിദ്അത്ത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നിടത്ത്
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു വചനം ഉദ്ധരിക്കുന്നുണ്ട്, ബദീഉസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ മുൻ മോഡലില്ലാതെ മുൻ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു എന്നാണ്. അവിടെ ബദീഅ എന്നാണ് അള്ളാഹിനെ ഖുർആൻ പരിചയപ്പെടുത്തിയത്. റസൂലുള്ളാഹിയോട് അള്ളാഹ് പറയാൻ ആവശ്യപ്പെടുന്നുണ്ട്, ഖുൽ നബിയെ പറയുക, മാ കുന്തു ബിദ്അൻ, ഞാനൊരു ബിദ്അയല്ല. റസൂല് പറയണേ, ഞാനൊരു പുത്തൻ ആളല്ല, ഞാനൊരു പുത്തനല്ല. മിനർ റുസുൽ, പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഞാനൊരു പുതിയ ആളല്ല, എൻ്റെ മുമ്പിൽ കുറെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്നാണ്. അപ്പോ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ പുതിയത്, അല്ലെങ്കിൽ പുതിയതായി ഉണ്ടാക്കിയത്, മുൻ മോഡലില്ലാത്തത് എന്നൊക്കെയാണ് അർത്ഥം. വിശ്വാസികൾക്ക് ബിദ്അത്തിനെ മനസ്സിലാക്കാൻ വേണ്ടി പണ്ഡിതന്മാർ സ്വീകരിക്കുന്ന ഒരു റൂട്ടുണ്ട്. അതിലൊന്നെന്താന്ന് വെച്ചാൽ ഇബ്തിദാഉ ഫിൽ ആദാത്ത് എന്നാണ്. നമ്മുടെ ദിനചര്യകളിലും നമ്മുടെ ജീവിതത്തിലും ഭൗതികമായ ജീവിതത്തിലും ചില ബിദ്അത്തുകൾ ഉണ്ട് എന്നാണ്. അള്ളാന്റെ റസൂലും സ്വഹാബത്തും വാഹനമായി സ്വീകരിച്ചിരുന്നത് ഒട്ടകത്തെയും കുതിരയെയും അതോടൊപ്പം തന്നെ കഴുതയെയുമായിരുന്നു. ഇന്ന് നമ്മൾ ബൈക്കിലേക്ക് ഉയർന്നു, 4 ചക്ര വാഹനങ്ങളിലേക്ക് ഉയർന്നു, ആകാശത്തു കൂടെ പറക്കുന്ന വാഹനത്തിലേക്ക് ഉയർന്നു, വെള്ളത്തിലൂടെ പോകുന്ന കപ്പലുകളിലേക്ക് ഉയർന്നു എന്ന് പറഞ്ഞാൽ അതൊരു ബിദ്അത്താണ്. ഭൗതികമായിട്ട് അതൊരു ബിദ്അത്താണ്. നമ്മൾ ചുറ്റുവട്ടം നോക്കൂ നിങ്ങൾ, പണ്ട് നമുക്ക് ഫോൺ ചെയ്യാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ പോയി പറയണം, അവിടുന്ന് ഇവിടേക്ക് വരണം, പിന്നെ അതൊരു കത്ത് രൂപത്തിലായി. മാസങ്ങൾക്കപ്പുറം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ ദീർഘമായി കിടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പിന്നീട് ഇങ്ങനെ വളർച്ചയുടെ ഘട്ടങ്ങളിലേക്ക് വന്നു. ഇന്ന് സെക്കൻഡ് കണക്ക്, മൈക്രോ സെക്കൻഡിൽ, അതേ കിലോമീറ്ററുകളോളം, മൈലുകളോളം, മണിക്കൂറുകളോളം യാത്ര ചെയ്ത് എത്തേണ്ട സ്ഥലങ്ങളിലേക്കുള്ള മെസ്സേജുകൾ എത്തിക്കാൻ നമുക്ക് ചില സംവിധാനങ്ങൾ, അതൊരു ബിദ്അത്താണ്. ഇന്ന് AI-യിലേക്ക് നമ്മൾ ഉയർന്നു വന്നു, അതൊരു ബിദ്അത്താണ്. എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ട ബിദ്അത്താണ്. പണ്ട് അള്ളാന്റെ റസൂലും സ്വഹാബത്തും വഅള് പറഞ്ഞതും ബാങ്ക് കൊടുത്തതും മൈക്കിലൂടെ ഒന്നും ആയിരുന്നില്ല. ഇന്ന് നമ്മൾ അത് നല്ല രൂപത്തിൽ എല്ലായിടത്തും എത്തുന്ന രൂപത്തിലേക്ക്, അത് ബിദ്അത്താണ്. പണ്ട് അള്ളാന്റെ റസൂല് മണലിലിരുന്ന് സ്വഹാബത്തിന് ഇങ്ങനെ മതം പഠിപ്പിച്ചു കൊടുത്തിരുന്നു. ഇന്നത് ബിൽഡിംഗ് കെട്ടി, സംവിധാനങ്ങൾ ഒരുക്കി, എല്ലാ സംവിധാനങ്ങളും ഒരുക്കി മദ്രസകളിലേക്കും ബാക്കിയുള്ള പുതിയ ആധുനിക രൂപത്തിലേക്കും വന്നു. അതൊരു ബിദ്അത്താണ്. പക്ഷേ ഇതൊക്കെ അനുവദിക്കപ്പെട്ട ഭൗതികമായ ഇബ്തിദാഉ ഫിൽ ആദാത്ത് എന്ന ഗണത്തിലേക്കാണ് പണ്ഡിതന്മാർ കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ അത് ഹലാലാണ്, അത് നടക്കേണ്ടതാണ്, കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളാണത് എന്നാണ്. പണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ എഴുതി വെച്ചിരുന്നത് കല്ലിലും തോലിലും ഒക്കെയായിരുന്നു, മരത്തിന്റെ കഷ്ണങ്ങളിലും ഒക്കെയായിരുന്നു. പിന്നീട് അത് ഒറ്റയടിക്ക് എഴുതാൻ തുടങ്ങി. പിന്നെ അത് 2 ചട്ടക്കുള്ളിൽ വന്നു, പിന്നെ അത് മുസ്ഹഫായി വന്നു. ഇന്ന് നമ്മുടെ ഫോണുകളിൽ ആപ്പിലേക്ക് അത് വന്നു. അതൊരു ബിദ്അത്താണ്, അനുവദിക്കപ്പെട്ട ബിദ്അത്താണ്. എന്നാൽ ബിദ്അത്ത് എവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്? പലപ്പോഴും സാധാരണക്കാരെ പല മനുഷ്യന്മാരും തെറ്റിദ്ധരിപ്പിക്കത് പറഞ്ഞിട്ടാണ്. നിങ്ങൾ മദ്രസ ഉണ്ടാക്കിയില്ലേ, നിങ്ങൾ ഖുർആൻ ക്രോഡീകരിച്ചില്ലേ, നിങ്ങളിപ്പോ വഅള് പറയണ മൈക്കെന്താ, നിങ്ങൾ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാധാരണക്കാരെ ചില ആൾക്കാർ പറ്റിക്കാറ്. എന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണ്. ഇത് പണ്ഡിതന്മാർ സംസാരിക്കുന്ന വിഷയം തന്നെയാണ്. അത് നമുക്കൊരു ഭാഗത്തുണ്ട്. പിന്നെ എവിടെയാണ് ബിദ്അത്ത് എന്ന അപകടം നമുക്ക് വരുന്നത്? അതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, ഇബ്തിദാഉ ഫിദ്ദീൻ, ദീനിലെ ബിദ്അത്തുകൾ, ദീനിൽ കൊണ്ടുവരുന്ന പുത്തനാചാരങ്ങൾ അതെവിടെയുണ്ട്? അത് വിശ്വാസത്തിലുണ്ട്. വിശ്വാസത്തിൽ എന്താണ്? അള്ളാഹും റസൂലും പഠിപ്പിച്ചു തരാത്ത വിശ്വാസം, അങ്ങനെ കടന്നു വരുന്ന വിശ്വാസങ്ങൾ, അത് വിശ്വാസരംഗത്തെ ബിദ്അത്തുകളാണ്. പിന്നെയോ കർമ്മരംഗത്ത് ബിദ്അത്തും ഫിൽ ഇബാദ, നമ്മുടെ ആരാധനകളിൽ വരുന്ന ബിദ്അത്തുകളുണ്ട്. അതിനെ പണ്ഡിതന്മാർ ഇങ്ങനെ വളരെ കൃത്യമായി വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ആരാധനകളിൽ വരുന്ന ബിദ്അത്ത്, അതിൽ ഒന്നെന്താണെന്നറിയോ? മാ യകൂനു ഫി അസ്ലിൽ ഇബാദ, ഇബാദത്തിൽ ഒരു അസ്ലും ഇല്ലാത്ത ചിലത് കൂട്ടിച്ചേർക്കും. എന്ന് പറഞ്ഞാൽ ഒരു അസ്ലുമില്ല, ചില നിസ്കാരങ്ങൾ പുതിയതായി ഉണ്ടാവും, ചിലതൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ ഒരു അസ്ലും ഇല്ലാത്ത ചില സംഗതികൾ ഉണ്ടാവും പുതിയതായി, ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്തതാണത്. എന്നാൽ രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എങ്ങനെയെന്ന് വെച്ചാൽ മാ യകൂനു മിന സിയാദത്തി ഫിൽ ഇബാദ അൽ മശ്റൂഅ, ഉണ്ടാകും, ദീനിലുണ്ട്, പക്ഷെ അത് കുറച്ചൊന്ന് കൂട്ടും. ഉദാഹരണത്തിന് 4 റക്അത്താണ് ളുഹർ, അത് 5 ആക്കിയ എന്താ അവസ്ഥ? അതാണ് ഇതിനൊരു ഉദാഹരണം. എന്ന് പറഞ്ഞാൽ 5 ആക്കണം പറയണേ,
സുജൂദ് കുറച്ചും കൂടി അധികം കിട്ടില്ലേ, റുക്കൂ ഒന്നും കൂടി അധികം കിട്ടൂലേ, ഒരു ഫാത്തിഹ കൂടി അധികം ഓതിക്കൂടെ, സുബ്ഹാന റബ്ബിയൽ അലീം സുബ്ഹാന റബ്ബിയൽ അലയൊക്കെ കുറച്ചധികം പറഞ്ഞൂടെ, അതുകൊണ്ട് ഞാൻ ദുഹർ 5 നിസ്കരിക്കണമെന്ന് ഇസ്ലാമിൽ പറയാൻ പറ്റൂല. കാരണം അത് കൃത്യമാണ്, അസുലുണ്ട്. പിന്നെ അതും ഒരു എണ്ണം കൂട്ടാൻ എന്തില്ല പറ്റില്ല, ഉള്ളതും കൂട്ടാൻ പറ്റൂല. അത് ബിദ്അത്തിന്റെ ഗണത്തിലാണ് ഒന്ന് വരിക എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. മറ്റൊന്ന് അതിന്റെ രൂപം മാ യകൂനു ഫീ സിഫത്തി അദാഇൽ ഇബാദ അൽ മശ്റൂഅ, ഇല്ലാത്ത സിഫത്ത് പറയുക. സംഗതി ഉണ്ടാവും, പിന്നെ ആയത്തോതിയ ഇന്ന പോരിഷുണ്ട്, ഇന്ന ദിക്ർ ചൊല്ലിയ ഇന്നതൊക്കെയാണ് ഓഫർ എന്ന് പറയുന്നത്. ഉള്ള ഓഫർ പറയാം, റസൂലുള്ളാഹി പറഞ്ഞതുകൊണ്ട് മതം പഠിപ്പിച്ചതുകൊണ്ട്. അത് പഠിപ്പിക്കാത്ത ഇന്ന ദിക്ർ ചൊല്ലിയാൽ ഇന്ന പ്രതിഫലങ്ങളുണ്ട്, ഇന്ന നിസ്കാരം നിർവഹിച്ചാൽ ഇന്ന പ്രതിഫലങ്ങളുണ്ട് എന്ന് ഇല്ലാത്ത സിഫത്തുകൾ പറഞ്ഞ് ചില കർമ്മങ്ങളെ കൊണ്ടുവരും. അത് ബിദ്അത്തിന്റെ കൂട്ടത്തിലാണ്. മറ്റൊന്ന് മാ യകൂനു ബിതഖ്സീസിൽ വഖ്തുൽ ലിൽ ഇബാദ, നിർണയിക്കാത്ത സമയം നിശ്ചയിക്കാത്ത ഇബാദത്തുകളെ സമയം നിശ്ചയിച്ചു കൊണ്ടിരിക്കും. ഇപ്പൊ ശഅബാൻ 15 നോമ്പ് എന്താണ്? നോമ്പ് ഹലാലാണ്, നോമ്പ് ആരാധനയാണ്, നോമ്പ് അനുവദിച്ചതാണ്. എന്നാൽ ചില ആൾക്കാർ പറയും ശഅബാൻ 15 നോമ്പ് സുന്നത്തുണ്ട്. ശഅബാൻ 15 എന്നുള്ളത് ഇസ്ലാം സമയം നിർണയിക്കാത്ത, അല്ലെങ്കിൽ നോമ്പിന് അവിടെ സമയം നിർണയിച്ചിട്ടില്ല. അപ്പൊ ചില ആൾക്കാർ വന്ന് പറയാം അന്നത്തെ ദിവസം ഒരു നോമ്പ് സുന്നത്തുണ്ട്, കാരണം അവിടെ ഒരു സമയം നിശ്ചയിച്ചു, ആ സമയം നിശ്ചയിച്ചിട്ടില്ല ഇസ്ലാം. പക്ഷെ അതില്ലാത്തത് കൊണ്ടുവന്ന് അവിടെയും എന്ത് ചെയ്യും? ബിദ്അത്ത് വരും. ഇങ്ങനെയൊക്കെയാണ് ബിദ്അത്ത് കടന്നു വരുന്ന റൂട്ടുകളും ബിദ്അത്ത് ആകുന്നതും എന്നും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്തിനാ അതിപ്പോ പറഞ്ഞതെന്ന് ചോദിച്ചാല് നമുക്കൊക്കെ അറിയാം, ഇതിൽ നമ്മൾ വഞ്ചിക്കപ്പെടാൻ പാടില്ല എന്നുള്ള നിലക്ക് തന്നെയാണ്. നമ്മൾ സമ്പാദിച്ചുണ്ടാക്കിയ ഒരു നയാ പൈസ ബിദ്അത്തിന് വേണ്ടി ചെലവാക്കിയാൽ നമ്മളല്ലാതെ വേറെ ആരും അതിന് മറുപടി പറയൂല. നമ്മളൊരു സാന്നിധ്യം ബിദ്അത്തിന്റെ രംഗത്തുണ്ട് എങ്കിൽ ആ സാന്നിധ്യം നാളെ പരലോകത്ത് ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും വേറിട്ട് നിൽക്കേണ്ടതും കൂടിച്ചേരേണ്ടതും എവിടെയൊക്കെയാണ് എന്ന് തിരിച്ചറിയാനും അത് ഉൾക്കൊള്ളാനും കൊടുക്കേണ്ടിടത്ത് കൊടുക്കാനും കൊടുക്കേണ്ടതില്ലാത്തിടത്ത് നോ പറയാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനുവേണ്ടി തന്നെയാണ് ഈ സമയത്ത് ഇത് ശ്രദ്ധയിൽപ്പെടുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യാനും അള്ളാഹിന്റെ റസൂലിൻ പഠിപ്പിച്ചു തരാത്തവയിൽ നിന്ന് മാറി നിന്ന് വേറിട്ട് നിന്ന് യഥാർത്ഥ മതത്തിലൂടെ സഞ്ചരിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വന്നുപോയ തിന്മകളെ നീ വിട്ടുപുറത്തു മാപ്പാക്കി തരണമേ റഹ്മാനെ. പരലോകത്തെ സ്വർഗത്തിലേക്ക് പോകുന്ന മഹാഭാഗ്യവാന്മാരിൽ ഞങ്ങളെയും കുടുംബക്കാരെയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെയും നീ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അല്ലാഹുവേ, അകന്ന ഞങ്ങളുടെ മനസ്സുകൾ ഉണ്ട് എങ്കിൽ നീ ഞങ്ങളെ ചേർത്തു വെക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, കുടുംബത്തിന്റെ അകത്ത് നിന്നുണ്ടാകുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ബുദ്ധിപരമായി പക്വതയോടുകൂടി ഈമാനോടുകൂടി കൂലിയുള്ളതാക്കാനും പരിഹരിക്കാനും ആ പരീക്ഷണത്തെ അതിജയിക്കാനും നീ ഞങ്ങൾക്ക് ത്വാഖത്തും തൗഫീഖും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ കൂട്ടത്തിൽ ഇതാ ഈ പള്ളിയിൽ ഇരിക്കുന്നവരിൽ പലരും പോലും ശാരീരികമായ അസ്വസ്ഥതകളും അസുഖങ്ങളും ബാധിച്ചവരാണ്. അല്ലാഹുവേ, ശിഫാഇനെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങൾ അറിയുന്ന ഞങ്ങളെ കൂട്ടത്തിൽപ്പെട്ട പലരും ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ആയവരുണ്ട്. അല്ലാഹുവേ, അവർക്കും നീ ശിഫാഇനെ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആളുകളുണ്ട് നാഥ, ഖബറിന്റെ അടിയിലാണ് അവർക്ക് നീ മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുവേ, കടം കൊണ്ട് പലിശയിൽ അങ്ങേയറ്റം മുങ്ങിക്കുളിച്ച പല ആളുകളും ഞങ്ങളെ കൂട്ടത്തിലുണ്ട്. തെറ്റാണെന്ന് ഞങ്ങൾക്കറിയാം. അല്ലാഹുവേ, ഞങ്ങൾ അതിൽ നിന്ന് നീ അകറ്റണമേ റഹ്മാനെ. ഞങ്ങളുടെ കടങ്ങളെ നീ വീട്ടിൽ തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ കൺകുളിർമയുള്ള മക്കളാക്കി തീർക്കണമേ റഹ്മാനെ. ഇണകളിൽ നിന്ന് കൺകുളിർമ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റിനാ മിനൻ നാർ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഹ്ദിൽ ശർക വൽ മുശ്രികീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. اللهم صل على محمد. أقم الصلاة.